എല്ലാവരും കാത്തിരിക്കുന്ന ഓണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നടക്കാൻ ഇനി അധിക നാളുകളുടെ കാത്തിരിപ്പില്ല. 500 പോയാൽ എന്ത്, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായിട്ടാണ് ഇത്തവണത്തെ ഓണം ബമ്പർ എത്തിയിരിക്കുന്നത്. 30 കോടിയുടെ ഭാഗ്യം പരീക്ഷിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലുള്ളവരും ടിക്കറ്റ് തകൃതിയായി എടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഭാഗ്യാന്വേഷികൾ ഒരുപോലെ കാത്തിരിക്കുന്ന ഓണം ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പന കേരളത്തിലെമ്പാടും തകൃതിയായി നടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയമായ ലോട്ടറികളൊന്നായ ഓണം ബമ്പറിന്റെ ഈ വർഷത്തെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-നാണ്. കോടീശ്വരന്മാരാകാനുള്ള വലിയ അവസരമാണ് ഇതിലൂടെ ഓരോ ഭാഗ്യാന്വേഷികളെയും കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം മാത്രമല്ല, നിരവധി ആളുകൾക്ക് വലിയ തുകകളുടെ ഇതര സമ്മാനങ്ങളും ലഭിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ വർഷങ്ങളിൽ അന്യസംസ്ഥാനക്കാർക്ക് ഒന്നാം സമ്മാനം അടിച്ചത് വലിയ ചർച്ചയായിരുന്നു. അതിനാൽ ഇത്തവണ ഭാഗ്യദേവത ആരെയാകും കടാക്ഷിക്കുക എന്ന ആശങ്കയും ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന അതിനാൽ തന്നെ സജീവമാണ്. എന്നാലും ഇത്തവണ ഭാഗ്യം ഏത് ജില്ലയിലേക്കാണ് എത്തുകയെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. മുൻവർഷങ്ങളിലെ ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കും. അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു പ്രത്യേക ജില്ലയിൽ മാത്രം സമ്മാനം ലഭിക്കുമെന്ന് പ്രവചിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ലോട്ടറി ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നായതിനാൽ ടിക്കറ്റ് എടുക്കുന്ന ഏതൊരാൾക്കും സമ്മാനം ലഭിക്കാനുള്ള സാധ്യത ഇതിൽ കൂടുതലാണ്. മറിച്ച് ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റ കടയും ജില്ലയും വാങ്ങിയ ഭാഗ്യവാന്റെ സ്വന്തം ജില്ലയും തമ്മിൽ വ്യത്യാസവും ഉണ്ടാകാറുണ്ട്. അതിനാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ജില്ല ഏതെന്ന് നിർണ്ണയിക്കാൻ ഇനി സെപ്റ്റംബർ 26 വരെ കാത്തിരിക്കണം. മുൻപ് ഒന്നാം സമ്മാനം നേടിയ ലോട്ടറി കടയിലെത്തിയാണ് ചിലർ ലോട്ടറി എടുക്കുന്നത്. മറ്റു ചിലരാകട്ടെ പാലക്കാട് അതിർത്തി ജില്ലകളിലേക്ക് പോകുകയാണ്. ചിലർ ചില നമ്പറുകൾ ഒത്തുനോക്കി ലോട്ടറി എടുക്കാറുണ്ട്. അങ്ങനെ മുൻവർഷങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയ ഒന്നാം ബമ്പർ നമ്പറുകളുമായി താരതമ്യപ്പെടുത്തിയും ടിക്കറ്റ് എടുക്കുന്ന പ്ലാനും ആളുകൾക്കുണ്ട്. ചില ആളുകളാട്ടെ ജ്യോതിഷപ്രകാരം നല്ല സമയവും നക്ഷത്രഫലവുമെല്ലാം നോക്കിയാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. നക്ഷത്രഫലപ്രകാരം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്ന നമ്പറുകളും ആളുകൾ പരിഗണിക്കും. എന്നാൽ ഇതിനൊന്നും ലോട്ടറി നറുക്കെടുപ്പിൽ വിജയസാധ്യത ഉറപ്പു നൽകാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു സാധ്യത. നേരത്തെ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സമയം നോക്കി ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ടോ ഭാഗ്യം നിങ്ങളെ തേടിയെത്തണമെന്നില്ല. ഏകദേശം 90 ലക്ഷം ടിക്കറ്റുകളാണ് ഓണം ബമ്പറിന്റേതായി വിപണിയിലെത്തിയത്. ഇതിൽ ആർക്ക് വേണമെങ്കിലും ഒന്നാം സമ്മാനം 30 കോടി രൂപ നേടാം. എന്തായാലും 500 രൂപ മുടക്കിയാലും ഒറ്റയടിക്ക് കോടീശ്വരനാകാം. സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഓണം ബമ്പർ കൊണ്ട് വരുമാനം ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും നല്ലൊരു ബമ്പർ തന്നെയാണ് ഓണം ബമ്പർ. നികുതി ഇനത്തിൽ നല്ലൊരു സംഖ്യ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.